12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ടൈപ്പ് ചെയ്തോളൂ. 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. Which is the least number having 12 factors? Which is the least number having 12 factors? 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ 72 അല്ല. അതിന് ടൈപ്പ് ചെയ്യണ്ട. 72 അല്ല, അത് ടൈപ്പ് ചെയ്യണ്ട. ദേവനന്ദ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കി ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അൽഫ കേൾക്കാമോ? അൽഫ അൽഫ കേൾക്കാമോ? യെസ്. കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന പേരൻസ് ശ്രദ്ധിക്കുക, അവരുടെ മൈക്ക് മ്യൂട്ടാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ അവിടുന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങ് വരും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. 12 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ നിങ്ങൾ പലരും ടൈപ്പ് ചെയ്ത പോലെ 1672 അല്ല. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ ആദ്യം പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇത് കുറച്ച് ഹയർ ലെവൽ ചോദ്യമാണ്. കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് 72-ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന കാര്യമാണ്. അത് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിച്ചു. 2 36 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു, നിങ്ങൾക്ക് 18 കിട്ടി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 കിട്ടി. 9-നെ 3 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. അവിടെ അവസാനിപ്പിച്ചു. പ്രൈം നമ്പർ കൊണ്ട് ആണല്ലോ ഫാക്ടറൈസ് ചെയ്യേണ്ടത്. ഇവിടെ 2⁻3 ഇൻറ്റു 3⁻2 എന്ന് നമ്മൾ എഴുതും. 3 2 പ്രാവശ്യം എഴുതി കുടിച്ചു. അവിടെയാണ് നമ്മളൊരു +1 വെച്ച് കൊടുക്കുന്നത്. +1 ഒന്ന് എല്ലാത്തിൻ്റെയും ഘടകമായതുകൊണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ 3 1 4, 2 1 3, 4 × 3 12. പക്ഷേ 12 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ 72 അല്ല. ഇനി 72-നേക്കാൾ ചെറിയ സംഖ്യയാണല്ലോ 60. 60-നെ നിങ്ങൾ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കൂ. 60-ന് എത്ര ഘടകം നോക്കൂ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 30 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 15 കിട്ടി. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 കിട്ടി. 5 പ്രൈം നമ്പർ ആയതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചു. ഇവിടെ 2 2 പ്രാവശ്യം എഴുതി കുടിച്ചു, 3 1 പ്രാവശ്യം എഴുതി കുടിച്ചു, 5 1 പ്രാവശ്യം എഴുതി കുടിച്ചു. എല്ലാ പ്രൈം നമ്പറിന്റെ പവറിനും ഓരോ +1 ഇട്ട് കൊടുക്കുന്നു. 2 3 3, 1 1 2, 1 3 2. ഇവിടെയും 2 × 2 × 3, 4 × 3 12 കിട്ടുന്നു. അവിടെ ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരൊന്ന് ദേവനന്ദ പറഞ്ഞു തന്നാൽ ഞാൻ ഒന്ന് റിമൂവ് ചെയ്തു തരാം. ഇനി ആരെങ്കിലും അവിടെ മൈക്ക് അബദ്ധത്തിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്തു തരും. ദേവനന്ദ പേരെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കൂ, 60-നും 12 ഘടകം, 72-നും 12 ഘടകം. അപ്പോൾ 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 72 അല്ലല്ലോ, 60 അല്ലേ? അതെങ്ങനെ കണ്ടെത്തും? അത് റിവേഴ്സ് ചോദ്യമാണ്. ന്യൂമാത്സിന്റെ കുട്ടികളോട് എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചോദ്യത്തിൽ എന്താണ് ഉള്ളത്? 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇതിനൊക്കെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പ്രൈം നമ്പർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 2 3 5 7 ഇത് പ്രധാനമായിട്ടാണ് എഴുതി വെക്കുക ഒരു ഭാഗത്ത്. അതിനുശേഷം 12-നെ ഫാക്ടറൈസ് ചെയ്യുക. 12-നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 6 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. 3 2 2.
ഇതിൽ വലുത് 3 നിങ്ങൾ ഈ ആദ്യത്തെ പ്രൈം നമ്പറിനെ ഇങ്ങോട്ട് ക്ഷണിക്കുക. അത് 2 2 എന്ന പ്രൈം നമ്പറിന് ഏറ്റവും വലിയ പവറായിട്ട് 3 കൊടുത്തേക്കുക. പിന്നെ അടുത്ത പ്രൈം നമ്പറിനെ ക്ഷണിക്കുക. 3 എന്ന പ്രൈം നമ്പറിനെ ക്ഷണിച്ചു, അതിന് ഈ 2 കൊടുക്കുക. പിന്നെ അടുത്ത പ്രൈം നമ്പറിനെ ക്ഷണിച്ചു, അതാരാണ്? 5 5ന് ഇവിടെയുള്ള ഈ 2 കൊടുക്കുക. നേരത്തെ നിങ്ങൾ 1 കൂട്ടിയപ്പോൾ ഇവിടുന്ന് 1 കുറച്ച് കളിയത്. അപ്പൊ നിങ്ങൾക്ക് 2/2 കിട്ടുന്നു, 3/1 കിട്ടുന്നു, 5/1 കിട്ടുന്നു. 2/2 4 ഇത് 3 ഇത് 5 15 5 × 3 15 15 × 4 60 12 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 60. എന്തേ മനസ്സിലായിക്കോ? എങ്ങനെ നീണ്ടുപോയാൽ എന്താ പ്രശ്നം? നീണ്ടുപോയാൽ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ ആ പ്രൈം നമ്പറിനെ ക്ഷണിക്കുന്നു, ഓരോ പ്രൈം നമ്പറിനെ വിളിച്ച് ഏറ്റവും ചെറിയ പ്രൈം നമ്പറിന് ഏറ്റവും വലിയ പവർ കൊടുക്കുന്നു, 1 കുറച്ച് കളയുന്നു. വേണ്ട, നിങ്ങൾ 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ വേണ്ടി കൊടുക്കും. 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 80 അല്ല. 80-ൽ 10 ഘടകമുണ്ട്, ശരിയാണ്. 2 കൊണ്ട് ഹരിച്ചു 40 കിട്ടി, വീണ്ടും 2 കൊണ്ട് ഹരിച്ചു 20 കിട്ടി, ഇവിടെ 2 കൊണ്ട് ഹരിച്ചു 10 കിട്ടി, 2 കൊണ്ട് ഹരിച്ചു 5 കിട്ടി. 2/4 × 5/1 +1 ഇട്ട് കൊടുത്തു, +1 ഇട്ട് കൊടുത്തു. 4 1 5 1 3 2 2 5 10 10 ഘടകങ്ങളുടെ സംഖ്യയാണ് 80 എന്ന് പറഞ്ഞു. പക്ഷേ 10 ഘടകങ്ങളുടെ ഏറ്റവും ചെറിയ സംഖ്യ 80 അല്ല, 80-ൽ താഴെയുള്ള സംഖ്യയാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10 ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, 10നെ ഡിവൈഡ് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. ഡിവൈഡ് ഫാക്ടറൈസ് ചെയ്യുക. 2 കൊണ്ട് 5 കിട്ടി, അവിടെ തീർന്നു. 5 പ്രൈം നമ്പറാണ്, അവിടെ തീർന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2ന് ഏറ്റവും വലിയ പവർ കൊടുക്കുന്നു. അടുത്ത ആൾ 3ന് ക്ഷണിക്കുക, 3ന് ഈ 2 കൊടുക്കുന്നു, 1 കുറയ്ക്കുന്നു. നേരത്തെ 1 കൂട്ടി 1 കുറയ്ക്കുന്നു. അവ 2/4 കിട്ടും, ഇൻറ്റു 3/1 കിട്ടും. 2/4 എന്ന് പറഞ്ഞാൽ 16, 3/1 3 16 3 48. 10 ഘടകങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 48ആണ്. ഇനി നിങ്ങൾക്ക് സംശയം 48-ന് 10 ഘടകം തന്നെയാണോ ഉള്ളത് എന്ന് പരിശോധിക്കാൻ നമുക്ക്. 48-നെ ഫാക്ടറൈസ് ചെയ്യുന്നു, 2 കൊണ്ട് 24 കിട്ടുന്നു, വീണ്ടും 2 കൊണ്ട് 12 കിട്ടുന്നു, വീണ്ടും 2 കൊണ്ട് 6 കിട്ടുന്നു, വീണ്ടും 2 കൊണ്ട് 3 കിട്ടുന്നു. ഇതിന്റെ റിവേഴ്സാണ്. 2/4 × 3/1. നിങ്ങൾ എന്താ ചെയ്യുക? ഒരു +1 ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു +1. 4 3 5 1 3 2 2 5 10. 10 ഘടകങ്ങളാണ് 48-ലുള്ളത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക. എന്നിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക ഈ നമ്പറിൽ. പ്രത്യേകിച്ച് ന്യൂമാത്സിന്റെ കുട്ടികൾ, അവരോട് ചോദ്യം ചോദിക്കും. എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? യെസ് ഓർ നോ? ദേവനന്ദ, കേൾക്കാമോ? നേരത്തെ ഞാന് പ്രോവിഡൻസിലെ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ടീച്ചറോട് എന്ത് മറുപടി പറയണം? നിങ്ങൾ ഉണ്ടോ ആരെങ്കിലും? പിന്നെ അന്നും മിണ്ടുന്നില്ലാത്ത ടീച്ചർ അറ്റൻഡൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കൂളിലെയും ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അറ്റൻഡൻസ് കൊടുക്കാൻ. നിങ്ങൾ പങ്കെടുത്ത ഐഡികളൊക്കെ അവിടെ റെക്കോർഡഡ് ആണ്. ഓരോ സ്കൂൾ വൈസായിട്ട് വെച്ചുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുക്കും, ടീച്ചർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ പങ്കെടുക്കാത്ത കുട്ടികൾ ശ്രദ്ധിച്ചോളി അടുത്ത ക്ലാസ്സുകളിലൊക്കെ. ഫെബ്രുവരി 28-ാം തീയതിയാണ് എക്സാം. ആ 28-നുള്ള എക്സാമിനുള്ള ഒരുങ്ങേണ്ട സമയമായി. ധാരാളം പഠിക്കാനുണ്ട്. നമ്മൾ അതിനിടയിൽ 9-ന്റെ പ്രത്യേകതയായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ചോദ്യങ്ങൾ ഒരു ചോദ്യം ഇത് തന്നെയാണ്. 9-ൽ അവസാനിക്കുന്ന 2 അക്ക സംഖ്യ പ്രത്യേകതകൾ ഞാൻ പറയാം. ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ചോദ്യം ഉണ്ടാക്കാനുള്ള വിഷമം നിങ്ങളൊന്നും അറിയണമല്ലോ. 29 9-ൽ അവസാനിക്കുന്നു.
29-ലെ 9-നെ 2 കൊണ്ട് നാം ഗുണിച്ചപ്പോൾ 18 കിട്ടി. 2 9 18. 9-ഉം 2 കൂടി ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 9 11 കിട്ടി. 18-ഉം 11-ഉം വീണ്ടും കൂട്ടിയാൽ എനിക്ക് 29-ലേക്ക് ഞാൻ തിരിച്ചു പോകും. ചോദ്യം പരീക്ഷയ്ക്ക് വരിക ഒരു രണ്ടക്ക സംഖ്യ അതിന്റെ അക്കങ്ങളുടെ ഗുണനഫലവും ദ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്, ആ അക്കങ്ങളുടെ തുകയും സം ഓഫ് ഡിജിറ്റ്സ്, അവ തമ്മിൽ കൂട്ടിയാൽ വീണ്ടും ആദ്യത്തെ രണ്ടക്ക സംഖ്യയിലേക്ക് തിരിച്ചു പോകുന്നു എങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ വൺസ് പ്ലേസ് എത്ര എന്ന് ചോദ്യം വരാം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് ചോദിക്കാം. നിങ്ങൾ 9-ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യ എടുത്തു. 3 × 9 രണ്ടക്ക സംഖ്യയാണ് ഞാൻ പറയുന്നത്. 3 × 9 27. 3 + 9 12. 27 12 കൂടി കൂട്ടിയാൽ 39-ലേക്ക് തിരിച്ചു പോകുന്നു. മൈക്കാരെ ഓൺ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ അവിടുന്ന് ദേവനന്ദക്കിന് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. 3 × 9 27. 3 + 9 12. 27 12 വീണ്ടും കൂട്ടിയപ്പോൾ 39-ലേക്ക് തിരിച്ചു പോകുന്നു. 9-ൽ അവസാനിക്കുന്ന ഏതൊരു രണ്ടക്ക സംഖ്യയും ഉള്ള പ്രത്യേകത ഇതാണ്, 9-ൽ അവസാനിക്കണമെന്ന് മാത്രം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരും, എ 2-digit number, the product and the sum of that digits. അത് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we get the 2-digit number again. And what is the ones place? അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം എത്ര? അപ്പൊ നിങ്ങൾ ഉടനെ 9 എന്നാണ് എഴുതി കൊടുത്തത്. അപ്പൊ 9-ന്റെ ഒരു ചോദ്യം അങ്ങനെ വന്നു. ഇനി 9-ന്റെ ആയിട്ട് ബന്ധപ്പെട്ട വേറെ ചോദ്യം വരും. അത് നല്ല രസമുള്ള ചോദ്യമാണ്. ഒരു എക്സാമ്പിൾ എടുത്തു. 71. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പുതിയ കുട്ടികളിലോട്ട് പറയുകയാണ്. 71 ഞാൻ തിരിച്ചിട്ടു 17 ഇന്റർചേഞ്ച് ചെയ്തു. 71 17 ഞാൻ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 54 കിട്ടി. 54-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ, ഒരു അത്ഭുതം കാണാം. 6 ആണ് കിട്ടുന്നത്. 6 ഇവിടെ അത്ഭുതം എന്ന് പറയാൻ കാരണം 7 1 കുറച്ചാലും 6 ആണ്. ഏത് സംഖ്യ നിങ്ങൾ എടുത്ത് നോക്കൂ. 63 തിരിച്ചിട്ടു 36. 61 36 പോയാൽ എത്രയാണ് ദേവനന്ദ? 27. ആ 27-നെ നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 9 27. 3 കിട്ടുന്നു. 6 3 കുറച്ചാൽ 3 തന്നെയാണ്. പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കുക? A 2-digit number, interchange the number. See the difference? The difference will get 54. What is the difference of the digits? അങ്ങനെ ചോദിക്കുക. അപ്പോൾ 54 കിട്ടിയിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 6. 27 ആണ് അത് വരുന്നതെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3. ഇങ്ങനെ ചോദിക്കാം. 2015-ൽ 9-ആയിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യം വന്നു. ഇത് ജനറൽ ചോദ്യങ്ങളാണ്. ഇതെല്ലാ സ്കോളർഷിപ്പിന്റെ കുട്ടികളോട് ചോദിക്കും. ഇത്തരം ചോദ്യങ്ങൾ. 10 എന്ന സംഖ്യ പലതവണ ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 99 കിട്ടി. എത്ര 10കളാണ് ഗുണിച്ചത്? ഈ ചോദ്യം കേട്ടാൽ a few tens were multiplied and subtracted 1 from the product. Add the resulting number. The sum of the resulting number is 99. How many tens were multiplied? ഇത് ആൻസർ വന്നല്ലോ. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഈ ചോദ്യം കേട്ട് പരിഭ്രമിക്കരുത്. നിങ്ങൾ വെറുതെ ഒരു 2 10 എടുത്ത് ഗുണിച്ചു നോക്കുക. എന്തെല്ലാം പ്രത്യേകത നോക്കുക. 10 × 10 100. Few tens were multiplied. 2 10 ഗുണിച്ചു. 2ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അതാണ് 2 10 എടുത്ത് ഗുണിച്ചത്. അതിൽ 1 കുറച്ചു 99 കിട്ടി. വീണ്ടും അക്കങ്ങൾ തമ്മിൽ കൂട്ടി 18 കിട്ടി. A few tens were multiplied and subtracted 1 from the product. Resulting numberന്റെ സം കണ്ടപ്പോൾ നമുക്ക് 18 കിട്ടി. എത്ര 10കളാണ് ഗുണിച്ചത്? ഉടനെ 18-നെ 9 കഴിച്ചാൽ divided by 9 you will get 2. അപ്പോൾ 2 10കൾ. Few tens were multiplied. 3 10കൾ ഗുണിച്ചു. നിങ്ങൾക്ക് 1000 കിട്ടി. ആ 1000-ൽ നിന്ന് 1 കുറച്ചു. ചോദ്യം ഉണ്ടാക്കുന്ന നോക്കിക്കോളൂ. 1 കുറച്ചപ്പോൾ 999 കിട്ടി.
അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി 3 9 27 കിട്ടി. A few tens were multiplied, subtracted 1 from the product. The resulting number add ചെയ്തപ്പോൾ 27 കിട്ടിയെങ്കിൽ how many tens were multiplied? 27 9 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം 3 10കൾ കുടിച്ചു. ഇനി നിങ്ങളോടുള്ള ചോദ്യം, a few tens were multiplied, subtracted 1 from the product. റിസൾട്ടിംഗ് നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 72 കിട്ടി. എത്ര 10കൾ കുടിച്ചു? നിങ്ങൾ പറയൂ, ടൈപ്പ് ചെയ്യൂ. ദേവനന്ദ ആരെയും ടൈപ്പ് ചെയ്യുന്നുണ്ടോ മോളെ? ആയിക്കോട്ടെ. ഇനി ആരൊന്നും പറയണ്ട, കേൾക്കുന്നുണ്ട്. ശരി, 8. അപ്പം ഇത്തരം ചോദ്യങ്ങൾ ജനറൽ ചോദ്യങ്ങളാണ്. ഇതാ വരുന്നു 9 ബന്ധപ്പെട്ട അടുത്ത പ്രശ്നം. 9 2 എല്ലായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ചോദിക്കും. അത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അത് എപ്പോഴും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതൊക്കെ നോട്ട് ബുക്കിന്റെ ഒരു പ്രത്യേക കള്ളിയിലാണ് എഴുതിയാൽ മതി. വേറിട്ട ചോദ്യങ്ങൾ, അതിന് റേറ്റിംഗ് കൊടുക്കുക. വേറിട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് എഴുതി വെച്ചോളൂ. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. 288 ചുറ്റിപ്പറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ചോദ്യം ഉണ്ടായി. 258 ഉത്തരം കിട്ടുക. 258 ഉത്തരം കിട്ടണമെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാം. 9ന്റെ മാത്രമല്ല 3ന്റെ മൾട്ടിപ്പിൾ ആണ്. എങ്ങനെയാണ് ഈ 9ന്റെ മൾട്ടിപ്പിൾ? ഈ 258 6ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണോ? 258 6ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ടാണ് 258 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഞാൻ പറയാൻ കാരണം, അവിടെ സൗണ്ട് മോളെ എക്കോ വരുന്നുണ്ട്. വേറൊരു കുട്ടി സംസാരിക്കട്ടെ. 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണ്. അതുപോലെ സം ഓഫ് ഡിജിറ്റ്സ് 18 ആണ് കിട്ടുന്നത്. അത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ നോക്കിയാൽ മതി. 18 വിട്ടേക്ക് ഒരു സംഖ്യ 2ന്റെയും 3ന്റെയും ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആകണമെങ്കിൽ ആ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 6ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ പരിശോധിക്കുക. ഈവൺ നമ്പർ ആണ്, 2ൽ പാസ്സായി. പിന്നെ 8 16 18 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 3ാം ക്ലാസ്സിലും പാസ്സായി. അപ്പൊ 6ാം ക്ലാസ്സിലും പാസ്സാവും. ഈ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ? എന്തുകൊണ്ട്? എല്ലാരും കൂടി പറയാം. ഒറ്റ കുട്ടി പറ. അൽഫ പറയൂ. ഇതിന്റെ അക്കങ്ങളുടെ തുക 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 9ന്റെ പരിശോധന എങ്ങനെയാണ്? പക്ഷെ 288 ഉത്തരം കിട്ടുന്ന 9ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അതല്ലായിരുന്നു. 9ന്റെ മൾട്ടിപ്പിളായ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നല്ല ചോദ്യം. 9ന്റെ മൾട്ടിപ്പിളായ ഏറ്റവും ചെറിയ സംഖ്യയിൽ എല്ലാം ഈവൻ ഡിജിറ്റ് വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന ബഹുമതി കിട്ടിയ ആളാണ് 288. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. 1 × 9 9, അവിടെ ഓട് നമ്പർ. 2 × 9 18, അവിടെ ഒരു ഓട് നമ്പർ, ഒറ്റ സംഖ്യ, ഒന്നൊറ്റ. 3 × 9 27, അവിടെ 7, ദാറ്റ് ഈസ് എൻ ഓഡ് നമ്പർ. 4 × 9 36, അവിടെ 3 എന്ന ഓഡ് നമ്പർ. 9ന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ പോയാൽ 31 വരെ ഒരു ഓഡ് നമ്പർ വരാതിരിക്കില്ല. അല്ലെ 2 വരാം. 9 9 3 9 27, കണ്ട 2 ഓഡ് നമ്പർ. പക്ഷെ 32ന് 9 കൊണ്ടൊന്ന് കുടിച്ചു നോക്കുക. 2 9 പാട്ട് 3 27 28. 32നെ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 288 കിട്ടി. ആ 288ൽ എല്ലാം ഈവൻ ഡിജിറ്റ്സ് ആണ്. എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്ന 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് ടൈപ്പ് ചെയ്യൂ. എന്ത് മറുപടി പറയും?
288. ഒരു പക്ഷേ ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഒറ്റ ഡിജിറ്റും, അതായത് ഒറ്റ സംഖ്യ ഡിജിറ്റ് വരാത്ത, ഒറ്റ സംഖ്യ ഓഡ് ഡിജിറ്റ് വരാത്ത 9ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏത് എന്ന ചോദ്യവും വരാം. അന്നേരവും 288. അത് പഠിച്ചു വെച്ചു. ഇനി ഇതാ അടുത്ത ചോദ്യം വരും. അത് പവറായിട്ട് ബന്ധപ്പെട്ട പല കുട്ടികളും നമ്മൾ ടോപ്പിക് എടുക്കാത്തതിന്റെ ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. എന്തായാലും ആ കുട്ടികളൊക്കെ ഇതിൽ ഉണ്ടാവുമല്ലോ, ടോപ്പിക് എടുക്കാത്തതുകൊണ്ട്. 3/10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക? വെറുതെ വിളിച്ചു പറയരുത്, ഞാൻ റിമൂവ് ചെയ്യും. വെറുതെ ടൈപ്പ് ചെയ്താൽ മതി, ആവശ്യമില്ലാതെ വിളിച്ചു പറയാൻ ഞാൻ റിമൂവ് ചെയ്യും, ഉറപ്പാണ്. 3/10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് ചോദ്യം. ടൈപ്പ് ചെയ്താൽ ആ ചോദ്യത്തോട് ചേർത്ത് വെക്കാൻ ഞാൻ മറ്റൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരികയാണ്. ഇതിന്റെ രണ്ടിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഒരു 5 വിളിച്ചു പറയുന്ന കുട്ടികളെ ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും, ഉറപ്പാണ്. ആ കുട്ടിയുടെ പേരെന്താ ഇങ്ങോട്ട് പറഞ്ഞേ? എന്താ പറയുന്നത് കേൾക്കാത്തത്? അടുത്ത ചോദ്യം. ഇവിടെ ക്ലാസ് ശ്രദ്ധിക്കും, വിളിച്ച് പറയരുത്, നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. 2n ഇൻറ്റു 2n+1 -1 ഈസ് ഈക്വൽ ടു 2016. ഇതിൽ n-ന്റെ വില എത്രയാണ്? ഈ രണ്ട് ചോദ്യവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 3/10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഞാൻ ആദ്യം എഴുതാം. 2 × 3/10 ആണ്. ഇത് എഴുതിയ എല്ലാ കുട്ടികൾക്കും ഒരു ഹായ്. 2 × 3/10 ആണ്. അപ്പൊ ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. 3/10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. അതെനിക്കറിയാം. അത് 3/1 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. a⁻m × a⁻n a⁻m+n എന്ന് പഠിച്ചവരാണ് നിങ്ങൾ. അങ്ങനെയാകുമ്പോൾ ഇവിടെ 3/1 കൊണ്ട് ഗുണിച്ചാൽ 10 × 1 11 കിട്ടും. ഇനി ഈ 1നെ തൽക്കാലം ഞാൻ അങ്ങ് വിടുകയാണ്. 3/10 × 3 എന്ന് മാത്രമേ എഴുതുന്നു, രണ്ട് കണക്കാണ്. 3/10 × 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ആദ്യം നിങ്ങൾ അറിയണ്ടേ. 4നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 4 3 പ്രാവശ്യം എഴുതി കൂട്ടുക എന്നല്ലേ. അപ്പൊ 3/10നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3/10 3 പ്രാവശ്യം കൂട്ടുക എന്നാണ് അർത്ഥം. 3/10നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3/10 3 പ്രാവശ്യം കൂട്ടുക. അപ്പൊ 3/10 3 പ്രാവശ്യം കൂട്ടിയാൽ 3/11 ആണെന്ന് വ്യക്തം. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളോട് ചോദിച്ചത് എന്താണ് 3/10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക? അപ്പോൾ 3/10 കൂട്ടിയാലാണ് 3/11 കിട്ടുന്നതെങ്കിൽ മൈക്കാരോ ഓൺ ചെയ്ത് പിടിച്ചിട്ടില്ല. എന്തൊരു സങ്കടം ഇത്. ഞാൻ ആ കുട്ടീനെ റിമൂവ് ചെയ്യട്ടെ. അതാണ് പറഞ്ഞ കേൾക്കാത്തത്. മൈക്കാട് ഓൺ ചെയ്ത് പിടിക്കല്ല, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതാണ്. 3/10 3 പ്രാവശ്യം എഴുതി കൂട്ടിയിട്ടാണ് 3/11 കിട്ടുക എന്ന് ഇവിടെ വ്യക്തമായ സ്ഥിതിക്ക് നിങ്ങളോട് ചോദിക്കുന്നു 3/10ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 3/10. അപ്പൊ 2 3/10 കൂടി വരണം. അതാണല്ലോ 2 × 3/10. ഇപ്പൊ മനസ്സിലായവർക്ക് ലൈക്ക് തരാം, അല്ലെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. വിളിച്ചു പറയുന്നതും വേണ്ട. അൽഫ, അത് മനസ്സിലായോ? അത് ക്ലിയർ ആയോ? ആ, ഒന്നുകൂടി പറയണം. അപ്പൊ ഇത് മനസ്സിലായ ഒരു കുട്ടി പറ. ഈ കൂട്ടത്തില് പേര് പറഞ്ഞോ. ഇത് മനസ്സിലായ ഒരു കുട്ടി പേര് പറ. മനസ്സിലായില്ല എന്നാണ് ടൈപ്പ് ചെയ്തത്. മനസ്സിലായ ഒരു കുട്ടി പേര് പറ. ഇത് പവർ ബേസ്ഡ് ചോദ്യമാണ്. ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്.
ആരെങ്കിലും ഉണ്ടോ മനസ്സിലായവർ? 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് ചോദ്യം. ഇത് വിവരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ശരി, 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് ചോദ്യം. അതിനെ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ 3/10 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക? അത് നിങ്ങൾക്കറിയാം. അത് 3/1 കൊണ്ട് ഗുണിച്ചാലാണ്. കാരണം ഇവിടെ 10 1 കൂട്ടിയിട്ടാൽ മതി. ഇനി 3/10 ഇൻറ്റു 3, 3/3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3/10 എന്ന ആ സംഖ്യയെ 3/10 പിന്നെ ഒരു 3/10 കൂടി കൂട്ടണം എന്നാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. 3/10 കൂട്ടിയിട്ടാണ് 3/11 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ ഒരു 3/10 ചോദ്യത്തിലുണ്ട്, ഈ ഒന്നുണ്ട്, ബാക്കി 2 3/10 കൂടി ഇവിടെ ചേരണം. അതിന്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 × 3/10 എന്ന് എഴുതുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, ഇത് വിട്ടേ. ഇത് മനസ്സിലാത്തവർക്ക് ചെറിയൊരു ചോദ്യം. 3/3 കൂടെ എത്ര കൂട്ടിയാലാണ് 3/4 കിട്ടുക? നമ്മൾ ഈ ചോദ്യത്തിലേക്ക് കൃത്യമായിട്ട് വരികയാണ്. 3/3 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 27 ആണ്. ആ 27 കൂടെ 3/4 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 81 നിങ്ങൾ പറ, 27 എത്ര കൂട്ടിയാൽ 81 കിട്ടും? അത് നിങ്ങൾ പറയില്ലെങ്കിൽ ഞാൻ ഇനിയൊന്നും പറയില്ല. 27 കൂടെ എത്ര കൂട്ടിയാലാണ്? വെറുതെ എന്തെങ്കിലും 27 കൂടെ എത്ര കൂട്ടിയാലാണ് 81 കിട്ടുക എന്ന നിസ്സാരമായ ചോദ്യം. 54. അത് പറഞ്ഞ പോരെ? 54. 27 കൂടെ 54 കൂട്ടിയാലാണ്. ഞാൻ ആ 54 പകരം നിങ്ങളോട് പറയുന്നു 2 × 3/3 എന്ന് പറഞ്ഞാൽ 54 ആണോ? നിങ്ങൾ പറ. എന്തുകൊണ്ട്? 3/3 27 2 ഗുണിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരം 54 പകരം 2 × 3/3 എഴുതിയ ഒരു തെറ്റുമില്ല, അത് 54 ആണ്. ഇനി ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കിക്കോളൂ. നിങ്ങളോട് ഈ ചോദ്യം ഇങ്ങനെ വരുന്നു, 3/3 കൂടെ എത്ര കൂട്ടിയാലാണ് 3/4 കിട്ടുക? അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് 3/3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/4 കിട്ടുക? അത് 3/1 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 1 4 റെഡിയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? 3/3 3 തവണ എഴുതി കൂട്ടുക എന്നാണ്. 3/3 3 തവണ എഴുതി കൂട്ടിയാലാണ് 3/4 കിട്ടുക. നിങ്ങൾക്ക് വേണേ ഒന്ന് കൂട്ടി വെക്കാം. 27 + 27 + 27, 7 14 7 21, 2 4 6 2 8 റെഡിയാണ്. 3/4 51 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം എന്താണ്? 3/3 കൂടെ എത്ര കൂട്ടിയാലാണ് 3/4 കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 3/3 ഇവിടെ ഉണ്ട്, ബാക്കി 2 3/3 കൂടി വരണം. അതിന്റെ അർത്ഥം 2 × 3/3 ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? അത് മനസ്സിലാക്കി വെച്ചോളൂ. അതൊരു നല്ല ചോദ്യമാണ്, സാധാരണ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഈ ചോദ്യം മനസ്സിലാക്കി വെച്ചോളൂ. ഇത് മനസ്സിലാക്കാത്തവർ വീണ്ടും വീണ്ടും ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടിട്ട് എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരത്തെ ഞാൻ തന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ആ ചോദ്യം ഞാൻ ഇവിടെ ചർച്ച ചെയ്യണോ? 2/2n × 2n + 1 - 1 = 2016. ഇവിടെ n-ന്റെ വില 5 ആണ്. ഇവിടെ n-ന്റെ വില 5 ആണ്. ഇത് ഞാൻ ഇവിടെ വിവരിക്കണമെങ്കിൽ വിവരിക്കാം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം. വിവരിക്കണം. ശരി. അപ്പൊ ചോദിച്ചു
നിങ്ങൾ ഇങ്ങനെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഏതാണ് സംഖ്യ എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യേണ്ടത്. 2016 ഫാക്ടറൈസ് ചെയ്താൽ മതി. അതിൻ്റെ മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ. 2016 ഫാക്ടറൈസ് ചെയ്തപ്പോൾ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. രണ്ടിന് വല്ലാത്തൊരു സാധനമായി രണ്ടിന്റെ മേലെ നിങ്ങൾ ഏതൊരു നാച്ചുറൽ നമ്പർ എഴുതിയാലും ഇറ്റ് വിൽ ബി എൻ ഈവൻ നമ്പർ. അത് ഉറപ്പാണ്. രണ്ടിന്റെ മേലെ 1 എഴുതി 2, രണ്ടിന്റെ മേലെ പവറായിട്ട് നിങ്ങൾ 2 എഴുതി 2 × 4 ഈവൻ നമ്പറാണ്. 2 raised to 3, 2 × 2 × 2 that is 8 ഈവൻ നമ്പർ. 2 raised to 4 that is 16 അവിടെയും ഈവൻ നമ്പർ. പവർ ഓഫ് n, power of 2, power of 2 is any natural number. ഒരു മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് മ്യൂട്ടോട് കൊടുക്കട്ടെ. ഞാൻ കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ചെയ്ത് പിടിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിടിച്ചേ മതിയോ? യെസ്. ദേവനന്ദ കേൾക്കാമോ? ഓക്കെ. ദേവനന്ദ മറുപടി പറയണം. ബാക്കിയുള്ള കുട്ടികളൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ദേവനന്ദ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചാൽ മതി. തെറ്റായാലും ശരിയായാലും വിളിച്ചു പറഞ്ഞു. 2ന്റെ പവർ ഏതൊരു നാച്ചുറൽ നമ്പർ വന്നാലും ഇറ്റ് വിൽ ബി എൻ ഈവൻ നമ്പർ. അത് മനസ്സിലായോ ദേവനന്ദയ്ക്ക്? ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഭാഗം 2 raised to n എന്ന ഈ ഭാഗം ഒരു ഇരട്ട സംഖ്യയാണെന്ന് വ്യക്തം, ഈവൻ നമ്പറാണ്. ഇനി ഈ ഭാഗം നോക്കാം. 2 raised to n + 1 അതും ഈവൻ നമ്പർ ആയിരിക്കും. കാരണം 2ന് നിങ്ങൾ n-ന് നിങ്ങൾ നാച്ചുറൽ നമ്പർ കൊടുത്തു, 3 കൊടുത്തു. 3ന്റെ കൂടെ 1 കൂട്ടുക എന്നാണ് അർത്ഥം. 3 ഉം 1 ഉം 4. അപ്പൊ നമുക്ക് 2 raised to 4 അത് അപ്പോഴും 16 ഈവൻ നമ്പറാണ് കിട്ടുന്നത്. പക്ഷെ അവസാനം 1 കുറച്ചാലോ? 1 കുറച്ചാലോ? ഇപ്പൊ 2 raised to 5 നിന്ന് 1 കുറയ്ക്കുക, അവസാനം 1 കുറയ്ക്കുക. അപ്പോൾ ഓഡ് നമ്പർ ആയിരിക്കുന്നേക്കോളൂ. 2 raised to 5 that is 32. 32 1 കുറച്ചു 31. അപ്പോൾ ഇവിടെ ഈ അവസാനം 1 കുറച്ചതുകൊണ്ട് ഇത് ഓഡ് നമ്പറുമായി. 2 raised to n എന്ന ഈവൻ നമ്പറിനും 2 raised to n + 1 നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന ഓഡ് നമ്പർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 2016 കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2016നെ ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. 2016ന്റെ പകുതി എത്രയാണ് ദേവനന്ദ? കുട്ടികൾ ടൈപ്പ് ചെയ്യും, നോക്കി വായിച്ചാൽ മതി. പകുതി അറിയില്ലേ? അതങ്ങ് പറയരുതോ? 1008. വീണ്ടും 2 കൊണ്ട് അയച്ചു. 1008ന്റെ പകുതി എത്രയാണ്? ഉണ്ടെന്നില്ലേ? 504. അവര് മറുപടി പറയാൻ കാത്തിരിക്കുകയാണോ നീ? 504. 504 വീണ്ടും 2 കൊണ്ട് 252. 252. വീണ്ടും 2 കൊണ്ട് 121. ഉറപ്പാണോ? ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. കാരണം റെക്കോർഡ് ചെയ്യുന്നതാണ്. 121 ആണെന്നുള്ള ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. 126. ഏതൊരു കുട്ടി നിന്നെ പറ്റിച്ചാണ്. 126 ആണ്. വീണ്ടും 2 കൊണ്ട് 63. എത്ര? 63. കഴിഞ്ഞല്ലോ. 63 വരെ മുന്നോട്ട് പോകുന്നു വേണ്ട. കാരണം നമുക്ക് ഓഡ് നമ്പർ കിട്ടി. ഈ ഭാഗത്ത് 63 ആണെന്ന് വ്യക്തം. ഈ ഓഡ് നമ്പർ 63. ഈ ഭാഗത്തോ 1 2 3 4 5 2 raised to 5 ആണെന്നും വ്യക്തം. 2 raised to 5 എന്ന് പറഞ്ഞാൽ 2 5 പ്രാവശ്യം എഴുതി കുടിച്ചാൽ കിട്ടുന്ന 32 ആണ്. 32നെ 63 എന്ന ഒറ്റ സംഖ്യയോട്ട് ഗുണിച്ചിട്ടാണ് നിങ്ങൾക്ക് 2016 കിട്ടുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പൊ ദേവനന്ദ എന്നിന്റെ വില എത്രയാണ്? 5. മോളൊന്ന് പറഞ്ഞു കൊടുക്കുക ഇതെങ്ങനെ 5 കിട്ടിയെന്ന്.
2n into 2n+1 minus 1 is equal to 2016. രണ്ടിനോട് നമ്മൾ ഏതൊരു നാച്ചുറൽ നമ്പർ പവർ ആയിട്ട് കൊടുത്താലും നമുക്ക് ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുന്നത്. അടുത്ത ഭാഗം നമ്മൾ 2n+1 മൈനസ് 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2n ഒരു ഈവൻ നമ്പർ ആണ്. +1 ചേർക്കുമ്പോഴും ഈവൻ നമ്പർ തന്നെയാണ്. പക്ഷെ 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 32ൽ നിന്ന് 1 കുറയ്ക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു ഓഡ് നമ്പർ കിട്ടും. അപ്പൊ നമ്മൾ 2016 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 1008 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 504 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 252 കിട്ടും. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 126 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 63 കിട്ടും. നമുക്ക് കിട്ടേണ്ട ഓഡ് നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈവൻ നമ്പർ ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പ്രൈം നമ്പർ ബാക്കിയുള്ളത് 2 ആണ്. ഇവിടെ 5 2 ഉള്ളതുകൊണ്ട് നമുക്ക് 2⁵5 എന്ന് കൊടുക്കാം. 2⁵5 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ 32 × 63 ആണ് 2016. 2n എന്ന് പറയുന്നത് 2⁵5 ആണ്. അപ്പം n-ന്റെ വില 5 ആണ്. ആ കുട്ടിക്ക് നല്ലൊരു ലൈക്ക് കൊടുക്കുക. നന്നായിട്ട് ആ മോള് വിവരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക ആ കുട്ടിക്ക്. അങ്ങനെ ആ ലൈക്ക് അങ്ങ് പോട്ടെ, ആകാശത്തേക്ക് പോട്ടെ. ഉണ്ടോ? ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ദേവനന്ദ കേട്ടോ. ദേവനന്ദ, എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയണം. എന്നിന്റെ വില എത്രയോടെ കണ്ടെത്തിയത്? 5. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് വിടുകയാണ്. 2⁵5 + 1 എത്രയാ മോളെ? 5 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. ഈ 2⁵6ന്റെ വില എത്രയാണ് മോളെ? 2 6 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ എത്രയാണ് മകളെ? കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, നോക്കി പറഞ്ഞാൽ മതി. അറുപത്തൊന്നല്ലേ, വെറുതെ പറയല്ലേ. ഇതെന്താ ഗുണിക്കുന്നതെന്ന് അറിഞ്ഞൂടെ? 2 6 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ എത്രയാണ്? 32ന്റെ ഇരട്ടി. 32ന്റെ ഇരട്ടി അതെന്ന് പറഞ്ഞേക്ക്, 64. അപ്പോൾ എന്റെ ചോദ്യം 2n+1 എന്ന് പറഞ്ഞാൽ 5 + 1 6, 2⁵6 64 ആയാൽ ആ 64 ഈ 1 കുറച്ചാൽ എത്രയാ മോളെ കിട്ടുക? കണ്ടോ, നമുക്ക് 63 കിട്ടിയുണ്ടോ? 63നെ 2n ആയ 32 കൊണ്ട് ഗുണിച്ചിട്ടാണ് നമുക്ക് 2016 കിട്ടിയത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്നു. സ്ഥിരം വരുന്ന ചോദ്യമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ചോദ്യമാണ്. ചില കുട്ടികൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ അലർജി ആയിരിക്കും. പക്ഷെ ഗിഫ്റ്റഡ് കുട്ടിയാണെങ്കിൽ ഇത്തരം ചോദ്യം പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടാൽ ഒരു 10ന്റെ താഴെയുള്ള മാർക്കേ കിട്ടും. നിങ്ങൾ ഗിഫ്റ്റഡ് ഒന്നും ആവൂല. നേരം നിങ്ങൾ ഗിഫ്റ്റഡ് ആണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ എടുത്ത് പ്രാക്ടീസ്. അതിന്റെ ഗുണം എന്താണ്? വേറെ ഏത് ചോദ്യം വന്നാലും നേരിടാൻ പറ്റും നിങ്ങൾക്ക്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. 5.375 എന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം എന്താകാം ദേവനന്ദ? അറിയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ ചോദ്യം എന്താവുമെന്ന്? പറഞ്ഞാൽ ടൈപ്പ് ചെയ്താൽ മതി. 5.375 എന്ന് വരുന്ന രീതിയിൽ എന്റെ ചോദ്യം ഇതാ കേട്ടോളൂ. എ 2 ഡിജിറ്റ് നമ്പർ, സ്ഥിരം വരുന്ന ചോദ്യമാണ്. എ 2 ഡിജിറ്റ് നമ്പർ, മലയാളം ഞാൻ പറയാം, ഡിവൈഡഡ് ബൈ another 2 digit number സ്ഥിരം വരുന്ന ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. A 2 digit number divided by another 2 digit number gives 5.375. ചോദ്യം ഇങ്ങനെയാവാം. What is the sum of such numbers? What is the sum
ആ നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ്, നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചോദിക്കും ആ രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതാണെന്ന് ചോദിക്കാം. ഇനി മലയാളത്തിൽ പറയാം. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.375 കിട്ടി. ആദ്യം രണ്ടക്ക സംഖ്യകൾ കണ്ടെത്തണം. എങ്കിൽ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. രണ്ടക്ക സംഖ്യയുടെ വ്യത്യാസം ചോദിക്കാം. ചെറിയ രണ്ടക്ക സംഖ്യ ഏതാന്ന് ചോദിക്കാം. വലുത് ഏതാന്ന് ചോദിക്കാം. തങ്ങളുടെ തുക എന്താന്ന് ചോദിക്കാം. ഏതും ചോദിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 5.375 എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 5375/1000 എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 5375/1000 ആണ് 5.375. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയായിരുന്നോ ദേവനന്ദ? യെസ് ഓർ നോ? യെസ് സർ. 5375/1000 ആണ് ഈ പറഞ്ഞ സാധനം. ഇനി നമുക്ക് വേഗം കഴിയാലോ. ഒരു 4 അക്ക സംഖ്യയെ വേറൊരു 4 അക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5.375 കിട്ടിയെങ്കിൽ ആ 4 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ് ദേവനന്ദ? എന്ത് 1000വും പിന്നെ 5375. ഇനി ഇതിങ്ങനെ നമുക്കൊരു 3 അക്ക സംഖ്യയിലേക്കും 2 അക്ക സംഖ്യയിലേക്കും കൊണ്ടുവരുന്നത് നോക്കോളെ. നമുക്ക് ഇതിനകത്ത് ഫാക്ടറൈസ് ചെയ്യാം. 5375നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ആദ്യം അത് നടക്കട്ടെ. 5 ഇവിടെ കാണുന്നുണ്ട്, നല്ല സുഖ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും അറിയാവോ ദേവനന്ദക്ക്? 175 അല്ല 1075 കിട്ടണം. ഒരു 0 ഇവിടെ ഉണ്ടാവും, കാരണം 3 അടങ്ങാത്തോണ്ട് കേട്ടാ. ചേർക്കാൻ മുട്ടുവോ? വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും അറിയാമോ? 15. അത് ശരിയാണ്. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് അറിയാമോ? 43. 43 ഒരു പ്രൈം നമ്പർ ആണ്. 43 is a പ്രൈം നമ്പർ. അതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചോളൂ, പിന്നെ അങ്ങോട്ട് പോകണ്ട. പിന്നെ അയച്ചാല് 1 തൊട്ട് 43 കൊണ്ട് അയച്ചോളൂ. പിന്നെ എന്തിനാ കാര്യം? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ 5375നെ ഞാനിവിടെ 5 × 5 × 5 × 43 എന്നെഴുതി. ഇവ തമ്മിൽ ഗുണിച്ചാൽ 5375 കിട്ടും എന്ന് ഇവിടെ വ്യക്തമായി. ഡിവൈഡഡ് ബൈ, ഇനി 1000ന്റെ സ്ഥിതി നോക്കിക്കോളൂ. 1000ത്തെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു 2 കൊണ്ട്. എത്ര കിട്ടും ദേവനന്ദ? 500. 500നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും അൽഫ? 250. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? എത്ര? തെറ്റുത്തരം വിളിച്ച് പറയരുത്. 125. കുട്ടികളാണ് ടൈപ്പ് ചെയ്തിട്ട് മോളെ നോക്കി വായിച്ചാൽ മതി. ഇനി നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 25. 25നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 5. ആഹാ, 3, 5 സുഖമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം അത് തന്നെ കഴിക്കാം. ഇവിടുന്ന് അങ്ങോട്ടും പോകാലോ. 5 × 5 × 5 5 5 ഇൻറ്റു. അതെന്തോ പ്രശ്നമാണ്. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു, അറിയാണ്ട് മൈക്കാട് ഓൺ ചെയ്തു. 5 × 5 × 5 ഇൻറ്റു 2 × 2 × 2 ആണ് 1000. ഉറപ്പല്ലേ? 2 5 10, 2 5 10, 2 5 10. 10 3 പ്രാവശ്യം കുടിച്ചാൽ 1000. അപ്പൊ 1000ത്തെ ഫാക്ടറീസ് ഇപ്പൊ ഇങ്ങനെ കിട്ടി.
ഇനി ആ ചുവന്ന മഷിയുള്ള പേന എടുക്കണ്ടേ, നോട്ട് ബുക്കിൽ ഇതൊക്കെ ചെയ്യണ്ടേ. ചുവന്ന മഷിയുള്ള പേന എടുക്കുക. 5 ഉം 5 ഉം കിട്ടി, 5 ഉം 5 ഉം പോയി, 5 ഉം 5 ഉം പോയി. 43 ബൈ 2 × 2 × 2 8 ദേവനന്ദ ഒരു കാര്യം അറിയോ? 43 8 കൊണ്ട് അരിച്ച് നിങ്ങൾ വെറുതെ ഒന്ന് അരിച്ചു നോക്ക്, അതും 5.375 അപ്പൊ ചോദ്യം ഇതല്ലല്ലോ. ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് അരിക്കണം എന്ന് പറഞ്ഞത്. ഒരു രണ്ടക്ക സംഖ്യ ഒരക്ക സംഖ്യ കൊണ്ട് അരിച്ചിട്ട് ഇത് കിട്ടുന്നു പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അന്നേരം 43 8 പറയാം. പക്ഷേ ഈ 8 രണ്ടക്ക സംഖ്യയാക്കാൻ ദേവനന്ദ ഞാൻ എത്ര കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? ഈ 8 എന്ന സംഖ്യ ഒരക്ക സംഖ്യയാണ്, 1 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? ഈ 8 എന്ന സംഖ്യ എനിക്കൊരു 2 ഡിജിറ്റ് നമ്പർ ആക്കി മാറ്റണം. ഞാൻ ചുരുങ്ങിയത് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട്. 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഈ 43 അടങ്ങിയിരിക്കുന്നത് ദേവനന്ദക്ക് തോന്നുന്നുണ്ടോ? 43 പറയും എന്നെയും ഗുണിക്കണം 2 കൊണ്ട്. അംശത്തെയും ചേർത്തിയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, ഇല്ലേ വിലക്ക് മാറ്റം വരും. 8നെ ഗുണിച്ചിട്ട് 43 വെറുതെ വിടരുത്. അപ്പൊ 43 2 എത്രയാ മോളെ? 86. 2 × 8 എത്രയാ മോളെ? 16. ആഹാ, നമുക്ക് ആ രണ്ടക്ക സംഖ്യയിൽ 2 കിട്ടി. ഏതൊക്കെയാണ്? 86 ഉം 16 തമ്മിൽ കൂട്ടിയാൽ എത്ര എന്നായിരുന്നു ചോദ്യം. കൂട്ടി എത്രയാണ്? 6 6 12, 8 9 10, 102. ഇത് മനസ്സിലായവർ ഒരു ലൈക്ക് തരിക, യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നോ എന്നും പറയാം. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. മനസ്സിലാകാൻ നോ എന്നൊരു ടൈപ്പ് ഉണ്ടോ മോളെ? കാണുന്നുണ്ടോ? ആ എന്നാ മോക്കത് പറയാനാകുമോ എങ്ങനെ 102 കിട്ടിയെന്നുള്ളത്? ഒരു കൈ നോക്കുന്നോ? ആ, അതിൻ്റെ ഇടക്ക് ബാക്കിയുള്ള കുട്ടികൾ വെറുതെ ഇരിക്കണ്ട, ഓനിക്ക് ഞാൻ വേറൊരു ചോദ്യം കൊടുക്കട്ടെ. 4.625 എനിക്ക് കിട്ടിയത് രണ്ടക്ക സംഖ്യ വേറെ രണ്ടക്ക സംഖ്യ ധരിച്ചപ്പോൾ. ആ രണ്ടക്ക സംഖ്യ നിങ്ങൾ കണ്ടെത്തൂ. ഇത് മറ്റുള്ള കുട്ടികൾക്കുള്ള ചോദ്യമാണ്, മനസ്സിലായവർക്കുള്ള ചോദ്യം. മുന്നൂറ്റി 57 കുട്ടികളാണ് ഇന്ന് പങ്കെടുത്തത്. ആ കുട്ടികളോട് ഞാൻ പറയുന്നു, മക്കളെ നിങ്ങൾ നിരാശപ്പെടില്ല. കാരണം ഈ ചോദ്യങ്ങളൊക്കെയാണ് USS ചോദ്യങ്ങൾ. ഇതിൻ്റെ ഹയർ ലെവൽ ചോദ്യമായിരിക്കും. 15 മാർക്കിലധികം നിങ്ങൾ കണക്കിന് പിടിച്ചാൽ യു വിൽ ബി ഗിഫ്റ്റഡ്. ആ വിദ്യാഭ്യാസ ജില്ലയിലെ 45 കുട്ടികളുടെ ഒരാളായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾക്ക് 15നും 10നും ഇടയിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 63 അധികമുള്ള ജസ്റ്റ് പാസിൽ ഉൾപ്പെടാം. നിങ്ങൾക്ക് കണക്കിൽ 10ൽ താഴെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തോൽക്കാം. അതുകൊണ്ട് കണക്കിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് പഠിച്ചോ, കംപ്ലീറ്റ് ശേഖരിച്ച് വെക്കുക, ഒക്കെ ചെയ്തോളൂ. ശരി, രാവിലെയുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ് ഡേറ്റ് ഞാൻ ഇപ്പം തന്നെ പറയാം. ആ അടുത്ത ക്ലാസ്സിൽ പങ്കെടുത്തു. അടുത്ത ക്ലാസ് നമുക്ക് എന്നാണ് കൊടുക്കേണ്ടത് നോക്കട്ടെ. 29. നാളെ തന്നെ കൊടുക്കാം. നാളെ പേയ്മെൻ്റ് കുഴപ്പമില്ല. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ട്. അതായത് 28-ാം തീയതി. നാളെ എന്താഴ്ച നമ്മളെ പോയോ? അല്ലേ വ്യാഴാഴ്ചയോ? വ്യാഴാഴ്ച. അപ്പൊ നാളെ വ്യാഴാഴ്ച ക്ലാസ് ഉണ്ട് 5:30 മണിക്ക്. രാവിലെ ഉണർന്നിട്ട് ഈ ലിങ്കിൽ തന്നെ കയറിക്കോളും. ശ്രദ്ധിക്കുക, ഇനി കുട്ടികളുടെ എണ്ണം കൂടും. ഇപ്പം തന്നെ 300 ചില്ലാണ്ടായി. 500 കുട്ടികൾ മാത്രമേ ഈ ഉൾക്കൊള്ളൂ. 500 കുട്ടികൾക്കുള്ള ഒന്നിച്ചുള്ള ക്ലാസ്സാണ്. പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് 500ന്റെ മേലെയൊക്കെ ആകും പോകും. അപ്പോൾ 2 ബാച്ച് ആക്കേണ്ടി വരും. ശരി, 4.625 കിട്ടുന്നത്. ഇത് ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാം? ദേവനന്ദ ചെയ്ത് കാണിക്കാം.
മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു ചെയ്ത് കാണിക്കണം. കാണിക്കണം. ഇനി ഞാൻ ഓരോ സ്കൂളിന്റെ പേരൊന്ന് വിളിക്കട്ടെ. സ്കൂളിലെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡൻസ് പറയണം, നല്ലതാണ്. പ്രോവിഡൻസിലെ കുട്ടികളുണ്ടോ? യെസ്. പ്രോവിഡൻസിലുള്ള നമ്മുടെ എന്താ ഋതുവർണ്ണയോ ഉണ്ടോ? ഇല്ല. ഉണ്ടാ? കേറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വിളിച്ചു വെച്ചിട്ട്. ഋതുവർണ്ണ ഒരു 4 വരി പാട്ടൊന്ന് പാടിക്കാൻ പോലെ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുടെയും ഭാഗം ലൈക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഋതുവർണ്ണ. ഇനി ഇതുവരെ മറ്റ് സ്കൂളുകളിലെ കുട്ടികളൊക്കെ അങ്ങനെ തയ്യാറായിക്കോളൂ. കാരണം നമ്മൾ കണക്കിങ്ങനെ പറഞ്ഞിങ്ങനെ ചൂട് പിടിക്കുമ്പോൾ ഇടയ്ക്കൊരു തണുത്ത വെള്ളം നല്ലതാണ്. നല്ലൊരു കൂൾ ഡ്രിങ്ക്സ്, അതാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പാട്ടായിട്ടുണ്ട്, നല്ല സൗണ്ടും. പല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ ഇനിയുമുണ്ട്. BM-ലുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മിക്ക സ്കൂളിലെയും കുട്ടികൾ ഇത്തരം ചില കലാപരിപാടികളൊക്കെ പങ്കെടുത്ത് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ എത്തിയ കുട്ടികളുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി അറിയിക്കുക. ഇപ്പം തന്നെ അവസരം ആണ്. ഈ ഇന്റർവെൽ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? 4.625 കിട്ടുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? 4625 എന്ന് എഴുതിയിട്ട് ബൈ എത്ര എഴുതണം? 1000ന്റെ കഥ നേരത്തെ നമ്മൾ കഴിച്ചതാണ്. 1000ന്റെ ഇനിയിപ്പോ രണ്ടാമത് ഇങ്ങനെ ചെയ്യാനൊന്നും പോണ്ട. 1000ന്റെ ചെയ്തപ്പോ നമുക്ക് 5 × 5 × 5 × 2 × 2 × 2 അല്ലേ മക്കളെ കിട്ടിയത്? അതെ. അപ്പൊ 4265ന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അത് ഫാക്ടറൈസ് ചെയ്ത് മുന്നോട്ട് പോട്ടെ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടി? 925. വെരി ഗുഡ്. 925. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 185. വെരി ഗുഡ്. അടുത്ത 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 37 is a prime number. ഉണ്ടോ? ഒരു കുട്ടീനോട് ഞാൻ പറഞ്ഞില്ലേ പ്രൈം നമ്പർ കാണാതെ പഠിക്കണം. കുട്ടികൾ എന്ത് ചെയ്യും? 37 പ്രൈം നമ്പർ അല്ലെങ്കിൽ വീണ്ടും കുട്ടി ഇങ്ങനെ തന്നെ മുന്നോട്ടങ്ങ് പോകും. എന്തിനി? എന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 5 × 5 × 5 × 37 ആണോ അല്ലെ ഈ സാധനം? ചുവന്ന വശമുള്ള പെണ്ണെടുക്കുക. 5 5 പോട്ടെ, 5 5 പോട്ടെ, 5 5 പോട്ടെ. 37നെ 2 × 2 × 2 8 കൊണ്ട് ഹരിച്ചാലും കിട്ടിയ ഈ സാധനമാണ്. 4.625 കിട്ടുക. നിങ്ങൾ വേണേ കാൽക്കുലേറ്റർ അടിച്ചു. 4 8 32 അങ്ങനെ തന്നെ കിട്ടുക. പക്ഷെ നമ്മളോട് ചോദിച്ച 2 അക്ക സംഖ്യ ആക്കണം എന്നാണ്. ഇവിടെ 8 വീണ്ടും വന്നു. 2 അക്ക സംഖ്യ അല്ല. 2 അക്ക സംഖ്യ ആക്കണേ ചുരുങ്ങി 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 37 2 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ പറ എത്ര കിട്ടും? 74/16. ഇത് പഠിച്ചു വെച്ചോളൂ. ഇത് സ്ഥിരം വരുന്ന ചോദ്യമാണ്. ചിലപ്പോ ഇതിന്റെ ഹയർ ലെവൽ ചോദ്യങ്ങളാവാം. അപ്പൊ ഇത് മനസ്സിലായവരൊക്കെ ഒരു ലൈക്ക് തന്നെ. യൂട്യൂബിൽ വരുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന 4-5 കുട്ടികൾ ആദ്യം ഇങ്ങനെ അതിൽ ഏതെങ്കിലും 2-3 പേരെയാണ് ഞാൻ നറുക്കിട്ടെടുക്കുക. 3 പേർക്കാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന യൂട്യൂബിൽ കാണുന്നതിന് മറുപടി അറിയാത്തവർക്കൊന്നും കിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് ആൻസർ ടൈപ്പ് ചെയ്തതിൽ നിന്ന് 3 പേർ ആദ്യം സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്നെങ്കിൽ നറുക്കിട്ടെടുക്കുക. കിട്ടുന്നവർക്ക് ഭാഗ്യം. 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് എയും ബിയും, ഇത് സിയും ഡിയും. ഇവർ 2 പേരും പാരലൽ ആണോ അല്ലേ? ഇത് 2.
അത് പേരല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സമാന്തരം. സമാന്തരാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എന്നിട്ട് ഇവിടെ കോണിന്റെ അളവ് വന്നിട്ടുണ്ട് 25. നമ്മളോട് ചോദിച്ചത് സി ഡി എത്ര? ഇത് ഈ ആണ് 25. 20 20. ഞാൻ നോക്കട്ടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വർഷത്താ നോക്കട്ടെ. 20 25 ഏതായാലും നമുക്ക് ചെയ്യാം, വേറെ കാര്യം. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വർഷം ആർക്കെങ്കിലും ഓർമ്മ ഇത് ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ ആണെന്ന്? ആർക്കും ഓർമ്മയില്ലേ? 2016 ഉറപ്പാണോ? 2016 ചോദ്യം എൻ്റെ കയ്യിലുണ്ടല്ലോ, അതിൽ കാണുന്നില്ലല്ലോ. അവിടെ ഏതോ ചോദ്യം പേപ്പറിൽ നിന്ന് എടുത്തതാണത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഇത് ഇനിയിപ്പോൾ 25 20 ആയാലും എന്തായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. വേറെ കാര്യം, ഈ ചോദ്യത്തിന്റെ ആൻസർ സി ഡി ഇ എത്രന്നാ ചോദ്യം. സി ഡി ഇ ഈ ആംഗിളാണ് എത്രന്ന് വെച്ചത്. ഇതാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത് 20 ആയാലും പ്രശ്നമില്ല, 25 ആയാലും നമുക്ക് പ്രശ്നമില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഇതിന്റെ ഷേപ്പ് ഒന്ന് മാറ്റിക്കളിയാം. ഷേപ്പ് മാറ്റിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ചാടിക്കുക. ഒരു കട്ടിങ് നിങ്ങൾ കൊടുക്കുക. അപ്പൊ എന്തായി? ഇതൊരു ട്രയാങ്കിൾ ആയി. ഇവിടെ ഒരു അളവ് ഞാൻ തന്നിട്ടുണ്ടാവുമല്ലോ, 110 120 110. എന്തെങ്കിലും ആട്ടെ, നിങ്ങൾക്ക് ഇവിടെ 25ഉം ഇതിവിടെ 20 ഞാൻ ഇപ്പോൾ 110 കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, 25 ഇവിടെ 110 തന്നത്. നിങ്ങളെത്തുള്ള അളവ് നിങ്ങൾ ചേർത്ത് വെച്ച് നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 135 ആണല്ലോ. ഇത് 135 ആകുമ്പോൾ ഇത് ത്രികോണമാകുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടി 135 കിട്ടിയെങ്കിൽ ഇത് എത്രയായിരിക്കും? 45. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 150. അതുകൊണ്ട് 45 കിട്ടി. ശരി, 45 കിട്ടിയാൽ n മറുകോണുകൾ. അപ്പൊ ഇവിടെ 45 തന്നെയായിരിക്കും. ഇനി ഇവിടെ ഇതെല്ലാം മറന്നിട്ട് ഇത് ഒന്നിച്ച് പരിഗണിച്ചാൽ ഇത് ലീനിയർ പെയറാണ്. ഇത് ലീനിയർ പെയർ ആകുമ്പോൾ ഇത് 135 കൂടി കൂടിയാലാണ് 150 ആവും. ഈസി അല്ലേ? അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗം ഇല്ലേ? ഈ 110ഉം 25 കൂടി ഞാൻ കൂട്ടിയാലും പോരെ, 135 കിട്ടൂലേ? അങ്ങനെ കിട്ടും. അത് ഈസിയാണ്. ഞാൻ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? യെസ്. ഇതങ്ങ് നീട്ടിയാൽ മതി. നീട്ടിയിട്ട് ത്രികോണാക്കിയാൽ മതി. ഇത് നല്ല രസമുള്ള വേറെ ചോദ്യം തരും. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു അന്നേരം എടുക്കാം. നമുക്ക് സമീപങ്ങളിൽ കുറച്ച് ഇന്ന് പെട്ടെന്ന് പോകണം. 2 സ്കൂൾ ക്ലാസ് ഉണ്ട്. ഇന്ന് BM ക്ലാസ് വരുന്നുണ്ട്. BM കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ അവരോടുള്ള വാക്ക് ക്ലാസ്സിൽ ഞാൻ ഇന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് 2ാമത്തെ 3ാമത്തെ ക്ലാസ്സാണ്. ഞാൻ വന്നാൽ ചോദിക്കും പ്രൈം നമ്പർ കാണാതെ പഠിച്ചിരിക്കുക. ഇപ്പം ഞാൻ ഈ 302 കുട്ടികളുടെ എന്ന് ചോദിക്കേറ്റാണ്. ഏത് സ്കൂളാണോ ഞാൻ കയറി വരുന്നത് ആ കുട്ടികളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും 25 പ്രൈം നമ്പേഴ്സ്. അതെല്ലാം സ്ക്വയർ നമ്പറൊക്കെ കാണാതെ പഠിച്ചിങ്ങനെ വന്നാൽ മതി. പിന്നെ നിങ്ങളെ 20 ചോദ്യം ഈസി ഞാനാക്കി മാറ്റി തരുന്നുണ്ട്. അല്ലാതെ അത് നിങ്ങൾക്ക് പഠിക്കാനാവില്ല. 25 പ്രൈം നമ്പർ പഠിക്കാനാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റഡ് ആവുകയില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ ചോദിക്കും. നോട്ട് ബുക്കും എടുത്തിങ്ങ് പോരി, ചുവന്ന മഷിയുള്ള പേന എടുത്തു. സെന്റ് ആഞ്ചലസിലെ കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ അവരോടും പറയുകയാണ് 2 മണിക്ക് അവർക്കുള്ള 1 മണിക്ക് അവർക്കുള്ള ക്ലാസ് ഉണ്ട്. 1:30 അവർക്ക് 1:30 ക്ലാസ്. അവരും കൊണ്ടുവരണം പെൻസില്, സ്കെയില്, ചുവന്ന മഷിയുള്ള പേന. അതേപോലെ ആ കോളേജ് നോട്ട് ബുക്കും വളരെ ഭംഗിയായിട്ട് എഴുതിയ നോട്ട് ബുക്കിൽ എടുത്തിങ്ങ് പോയി. ഈ ക്ലാസ്സിൽ നോട്ട് ബുക്ക് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഞാൻ നോട്ട് ബുക്ക് ഷെയർ ചെയ്ത് തരാം. ആദ്യത്തെ 2-3 ടോപ്പിക്കിൻ്റെ നോട്ട് ഞാൻ അയച്ചു തരാം. അതുപോലെ ഭംഗിയായിട്ട് എഴുതിക്കോളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്തോളൂ. പിന്നെ കണക്കിൽ 20ൽ 20 റെഡിയാണ്. യൂട്യൂബ് ചാനലിന്റെ പേര് ലേഡർ USS. അത് എസ് ചെയ്യുക, ബി ചെയ്യുക, L ചെയ്യുക, C ചെയ്യുക. എന്തായി പറയുന്നർത്ഥം? സബ്സ്ക്രൈബ്, ഷെയർ, ബെല്ലടിക്കുക, ലൈക്ക്, കമന്റ്.
ഇപ്പൊ ചെയ്യൂലേ? യെസ് ഓർ നോ? ഇതാ മക്കളെ, ഇതാ വരുന്നത്. നമുക്ക് ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഇപ്പം വേണ്ട, പിന്നെ മതി. ഇതാ ഒരു പ്ലസ് വരയ്ക്കുക, ഒരു പ്ലസ്. എല്ലാ സൈഡും തുല്യമാണെന്ന് എഴുതി വരച്ചോളൂ. എന്നിട്ടോ ഇതിനെ 4 തുല്യ ഭാഗമായിക്കോ. തുല്യൊന്നും വേണമെന്നില്ല. ഇങ്ങനെ പൊട്ടി. എന്റെ കൂടെ തന്നെ വരച്ചോളൂ, എന്നെ തെറ്റിപ്പോ. എന്നിട്ടോ ഇവ തമ്മിൽ യോജിപ്പിക്കൂ. അവിടെ പേര് കൊടുക്കൂ. ഈ ജി ആയിക്കോട്ടെ, തെറ്റിപ്പോട്ടെ. ഇവ തമ്മിൽ യോജിപ്പിക്കൂ. അവിടെ പേര് കൊടുക്കൂ. ബി ഡി. ഇവ തമ്മിൽ യോജിപ്പിക്കൂ. അവിടെ പേര് കൊടുക്കൂ. എച്ച് എഫ് ആയിക്കോട്ടെ. ഇവ തമ്മിൽ യോജിപ്പിക്കൂ. ഇവിടെ എ, ഇവിടെ സി. അങ്ങനെ എ മുതൽ എ ബി സി ഡി അങ്ങനെ 8 എണ്ണം ഉണ്ട്. 8 ആംഗിൾ അറ്റത്ത് മാർക്ക് ചെയ്യാണ്. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞാൽ ഈ 8 ആംഗിളിന്റെ തുക എത്രയാണെന്നാ ചോദിക്കുക. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എ ബി സി ഡി ഇ പ്ലസ് ഇ എഫ് പ്ലസ് ജി പ്ലസ് എച്ച്. 1 2 3 4 5 6 7 8 ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 8 ആംഗിൾസിന്റെ തുക എത്ര? അതിലെന്തെല്ലാം എനിക്ക് തരണോ? ഒരുപാട് സാധനം തരേണ്ടിയുണ്ട്. ഇവിടെ 40 ഡിഗ്രി തരാം. സന്തോഷമായില്ലേ? ഇവിടെ നിങ്ങൾക്ക് 30 ഡിഗ്രി തരാം. വീണ്ടും സന്തോഷമായില്ലേ? ഒരു ചെറിയ ക്ലൂ ഒക്കെ ഞാൻ തരാം. ഈ ഓപ്പോസിറ്റ് ആംഗിൾ 40 തന്നെയായിരിക്കും. ഈ ഓപ്പോസിറ്റ് ആംഗിൾ 30 ആയിരിക്കും. നിങ്ങളോട് ചോദിച്ചത് ത്രികോണത്തിന്റെ തീർത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരിക്കും. ഇതും കൂടി അങ്ങ് പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. 150 4 കൊണ്ട് ഗുണിച്ചാൽ മതി. പക്ഷെ ഇതില്ലാതെ ഇവിടെയുള്ള രണ്ടും ഇവിടെ രണ്ടും കൂട്ടിയാൽ എത്ര? ടൈപ്പ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. ടൈപ്പ് ചെയ്യുന്ന കുട്ടീനോട് ഞാൻ ചോദിക്കും ഇതെങ്ങനെ കിട്ടിയെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പോലെ ഞാൻ മൈക്ക് ഓൺ ചെയ്തുതരാം. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുകയാണ്. USSന്റെ ഗിഫ്റ്റഡ് കുട്ടികളാകട്ടെ. കണക്കിൽ നിങ്ങൾക്ക് 20ൽ 20 കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഇതാ. ഏത് ചോദ്യം നിങ്ങൾ USS ആയിട്ട് ബന്ധപ്പെട്ടും ന്യൂമാത്സ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിനാണ് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ക്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തലേ ദിവസം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. നാളെ രാവിലെ 5:30 മണിക്ക് ക്ലാസ് ഉണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാം. ആ സമയത്ത് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം ഇന്ന് തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. ഒരിക്കൽ കൂടി ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.